ഹലോ, ഇന്നത്തെ വീഡിയോ പക്കാവട ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പക്കാവട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനാവശ്യം കടലമാവാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ കടലമാവ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ കടലമാവിന് അതിൻ്റെ ഒപ്പം ചേർക്കാനായിട്ട് ആവശ്യമുള്ള അരിപ്പൊടി എടുക്കാം. അതായത് പത്തിരി അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനുള്ള അരിപ്പൊടി അതുകൂടെ എടുക്കാം. ഇടിയപ്പത്തിനുള്ള അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പായിട്ട് കിട്ടാനും അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവാനുമായിട്ടാണ്. അരിപ്പൊടി ചേർത്തില്ല എങ്കിൽ ആ കടലമാവിൻ്റെ ഒരു ആധിക്യം ഉണ്ടാവും. അത്രത്തോളം ഒരു ഓവറായിട്ടുള്ള ഒരു കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത്. അരിപ്പൊടി തീരെ കൂടാനായിട്ടും പാടില്ല. അതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിനെടുക്കുക. അരിപ്പൊടി തീരെ കൂടിപ്പോയാൽ പക്കാവട വളരെ ഹാർഡായിരിക്കും, കഴിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല, വളരെ ഹാർഡായിരിക്കും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 ഗ്ലാസ് കടലമാവിന് 1 ഗ്ലാസ് അരിപ്പൊടി എന്നൊരു കണക്കിലാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇടാം. അപ്പോൾ ആദ്യം വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇടുക. ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. നമ്മുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി മാത്രം, കൂടുതലും കാശ്മീരി മുളക് പൊടി കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടും, കൂടുതൽ എരിവ് വരികയില്ല. ഇനി ചേർക്കുന്നത് കുറച്ച് ഗരം മസാല. അതും തീരെ കൂടേണ്ട ആവശ്യമില്ല, ഒരു ചെറിയൊരു മണവും ടേസ്റ്റും കിട്ടാനായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കായപ്പൊടിയും തീരെ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു ചുവയായിരിക്കും. അതുകൊണ്ട് അതും വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രം കായപ്പൊടി ഇടുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഇതിനൊന്ന് നല്ലോണം ഒന്ന് കുഴച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് അത് മിക്സായി കിട്ടും. ഇനി പക്കവട ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചില്ലിലാണ് ഇടുന്നത്. സേവനാഴിയിൽ മാവ് നിറച്ചതിന് ശേഷം എന്തെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എണ്ണയിലേക്ക് മാവ് പിഴിഞ്ഞൊഴിക്കുക. ഇതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഓക്കെ, ഒരു മിനിറ്റ് ആവുന്ന സമയത്ത് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും 1-2 തവണ കൂടെ ഒന്ന് തിരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി നോക്കുമ്പോഴേക്കും നല്ലതുപോലെ അത് ക്രിസ്പായിരിക്കൊരു ശബ്ദം കേൾക്കും. ആ സമയത്ത് നമുക്കതിനെ വറുത്ത് കോരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെയും സേവനാഴിയുടെ കൂടെ കിട്ടുന്ന വേറെയും അച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് പല രൂപത്തിലും പക്കാവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല രൂപത്തിലുള്ള പക്കാവട നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് കുറച്ചുകൂടെ ചെറിയ ഒരു അച്ചാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ചെറിയ രീതിയിലുള്ള പക്കാവടയും കിട്ടുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇത് കഴിക്കാനായിരിക്കും ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കാനും അതുപോലെ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.